بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ ഹദീദിലെ 19-ാമത്തെ വചനം ഇന്ന് പുതിയ പാഠമായി നമുക്ക് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി. റുസുലിഹി എന്ന ദീർഘം മദ് സില അൽ കുബ്ര, മദ്ദുസിലത്തിൽ കുബ്ര എന്നും മദ്ദുസില തവീല എന്നുമൊക്കെ പറയപ്പെടാറുള്ള ദീർഘമാണ്. കുബ്ര, മദ്ദുസില കുബ്ര എന്നാണ് അത് പറയപ്പെടാറുള്ളത് അധികവും. ആ ദീർഘം മുൻഫസിലിൻ്റെ അതേ വിധി നൽകപ്പെടുന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഉദ്ദമീറിൻ്റെ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഉലൈക ഈ ദീർഘം മദ് മുത്തസിൽ വാജിബ്. അതേപോലെ വശുഹദാഉ ഇത് രണ്ടും തന്നെ മുത്തസിലായ ദീർഘമാണ്. ഉലൈക വീണ്ടും വരുന്നുണ്ട്, ഉലൈക. ഈ ദീർഘങ്ങളെല്ലാം ഒരേ പദത്തിൽ ദീർഘാക്ഷരവും ഹംസയും ചേർന്ന് വന്ന മുത്തസിലായ ദീർഘമാണ്. വാജിബായ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അസ്സിദ്ദീഖൂൻ, സ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മതി. അസ്സിദ്ദീഖൂൻ. വശുഹദാഉ ഇൻദ, സാക്കിനായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും. കുറേ സാക്കിനായ മീമുകൾ വരുന്നു. എല്ലാം ഇൽഹാർ ഷഫവിയുടേതാണ്, ഒന്നും മണിക്കേണ്ടതില്ല. അജ്റുഹും വനൂറുഹും എന്ന സാക്കിനായ മീം വാവിന് മുമ്പിൽ വന്നത് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതാണ്, അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ്. അജ്റുഹും എന്ന പദത്തിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുകയും വേണം. വല്ലദീന കഫറു വകദ്ദബു, കാഫിൻ്റെ ഉച്ചാരണം, റാഇൻ്റെ ഉച്ചാരണം. കഫറു വകദ്ദബു ദാൽ ബിആയാതിന ഉലൈക. ബിആയാതിന എന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. അലിഫും ഹംസയും 2 പദങ്ങളിലായി വേർപിരിഞ്ഞതാണ് ഈ ദീർഘത്തിൻ്റെ കാരണം. ഉലൈക നാം പറഞ്ഞു കഴിഞ്ഞു. അസ്ഹാബുൽ ജഹീം, അസ്ഹാബു സ്വാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. ഇന്ന് നാം പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ വചനമാണ്. പ്രധാനമായും ഈ വചനത്തിൽ അറിയേണ്ട കാര്യങ്ങൾ: തജ്വീദ് വശങ്ങൾ. ഇഅ്ലമൂ അന്നമ, അതിൽ ഇഅ്ലമൂ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അന്നമ നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അദ്ദുനിയ ഈ പദത്തിലെ നൂൻ സാക്കിൻ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കണം. ഇപ്രകാരം സാക്കിനായ നൂൻ യാഇനോ വാവിനോ മുമ്പിൽ ഒറ്റ പദത്തിൽ വരുന്നത് 4 പദങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്.
അദ്ദുനിയ, ബുനിയാൻ, സിൻവാൻ, ഖിൻവാൻ. ഇവിടെ 4 പദങ്ങളിലും ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. വെളിവാക്കി ഓതണം. ലഇബുൻ വലഹു, വലഹുൻ വസീന, വസീനത്തുൻ വതഫാഖുർ. ഇവിടെയൊക്കെയും തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നൽകി ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കേണ്ടതാണ്. വതഫാഖുറുൻ ബൈനക്കും. ഇവിടെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് സാക്കിന മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വതഫാഖുറുൻ ബൈനക്കും വതകാസുർ. സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വതകാസുറുൻ ഫിൽ അംവാൽ. തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഫിൽ അംവാൽ. ഈ പദത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വൽ ഔലാദ്. ദാലിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ദാലിൻ്റെ സുക്കൂൻ ഉച്ചരിച്ചുകൊണ്ട് വഖഫ് ചെയ്യണം. വൽ ഔലാദ്. കമസലി ഗൈസിൻ അഅജബ. തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. സുമ്മ മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മുസ്ഫറൻ. സുമ്മ. മുസ്ഫറൻ എന്ന തൻവീനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. വീണ്ടും സുമ്മ എന്ന പദത്തിൽ മീം മുശദ്ദദ മണിക്കുക. ഹുതാമ. വഖഫ് ചെയ്യാതെ ഹുതാമ വഫിൽ ആഖിറ എന്ന് ഓതുകയാണെങ്കിൽ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. അദാബുൻ ഷദീദ്. തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കണം. ഷദീദുൻ വമഗ്ഫിറ. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. എന്നാൽ വമഗ്ഫിറതും മിനല്ലാഹ് അവിടെ തൻവീനിനെ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി ഉച്ചരിക്കണം. വരിദ്വാനു വമൽ ഹയാത്തുദ് ദുനിയ. അവിടെ വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ ഇത് ഇദ്ഗാം ചെയ്തുകൊണ്ട് തൻവീനിനെ മണിച്ച് ഓതുക. ഇദ്ഗാം ബിഗുന്ന നഖിസ്. അദ്ദുനിയ നേരത്തെ വന്ന പദമാണ്. ഇൽഹാർ മുത്ലഖ്. സാക്കിന നൂൻ വെളിവാക്കണം. അദ്ദുനിയ ഇല്ല ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹ്വുൻ വസീനത്തുൻ وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى. أما بعد. സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ വചനമാണ് പുതിയ പാഠമായി ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ: സാബിഖൂ എന്ന പദത്തിൽ വരുന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്.
നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മഗ്ഫിറത്തിൻ മിൻ, തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അതേ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, രണ്ടാമത്തേതിൽ സാക്കിനായ നൂൻ ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, രണ്ടാമത്തേത് ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ബിഗൈരി ഗുന്ന. മിർ റബ്ബിക്കും വജന്ന, റബ്ബിക്കും എന്ന സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. വജന്ന നൂൻ മുഷദ്ദദ മണിക്കണം. വജന്നത്തിൻ അർദുഹ, തൻവീൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. അർദുഹ കഅർദിസ് സമാഇ, ഈ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ ചേർന്ന് വന്നതാണ് ഈ ദീർഘത്തിന് കാരണം. മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത് എന്നർത്ഥം. ഉഇദ്ദത് ലില്ലദീന ആമനൂ, ഉഇദ്ദത് താഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. മഹ്മൂസും ഷദീദുമായ അക്ഷരമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന ഒരു ഹർഫ്, രണ്ട് സിഫത്തുകൾ നാം സൂചിപ്പിച്ച കാര്യമാണ്. ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകൾ വരുമ്പോൾ ഹർഫിനെ എങ്ങനെ ഉച്ചരിക്കണം എന്നത്. ഉഇദ്ദത്, ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി, വറുസുലിഹി എന്ന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുക. ذلك فضل الله, ഫദ്ലുല്ലാഹി, ദ്വാദ് ലാം ഇതിൻ്റെ ഒക്കെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാം. യുഅ്തീഹി മൻ യശാ, സാക്കിനാനൂൻ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ശേഷമുള്ള യായിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. മൻ യശാ, വഖഫ് ചെയ്യുമ്പോൾ ഇസ്ബാഅ് ചെയ്യണം എന്നാണ്. ഇസ്ബാഅ് ചെയ്തുകൊണ്ട് ആ ദീർഘം 6 ഹറക്കത്തിൻ്റെ അളവിൽ വരെ ദീർഘിപ്പിക്കാവുന്നതാണ്. മുത്തസിലായ വാജിബായ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമായ ദീർഘമാണ്. എന്നാൽ വഖഫിൻ്റെ സന്ദർഭമായതിനാൽ ഇസ്ബാഅ് ചെയ്യാം. 6 ഹറക്കത്ത് വരെ പൂർത്തിയാക്കി മൻ യശാ എന്ന് പാരായണം ചെയ്യുക. വല്ലാഹു, വല്ലാഹു ഇസ്മുൽ ജലാല വീണ്ടും വന്നു. ദുൽ ഫദ്ലിൽ അസീം, ദ്വാദ് വാ ഇവയുടെയൊക്കെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم.